സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് കേരള PSC നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 215/23 ആണ്. PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യപേപ്പർ നോക്കിയിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത്? ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആദിഭാഷയാണ്. ആദിഭാഷ ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ എന്നത്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ദൈവദശകം, ശിവശതകം, ദർശനമാല എന്നിവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. സ്പാനിഷ് മിഷണറിയായിരുന്ന ടിങ്കിൾ ടാപ്പ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. എവിടെയാണ്? മലബാറിൽ. ശരിയാണ്. റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. സ്പാനിഷ് മിഷണറി ആയിരുന്ന ടിങ്കിൾ ടാപ്പ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏത്? പോർച്ചുഗലാണ് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി പോർച്ചുഗൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏത്? ബോക്സർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട വർഷം ഓപ്ഷൻ സി ആണ്. 1901. ചൈനയിലെ ബോക്സർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട വർഷം ഏതാണ്? 1901. അടുത്ത ചോദ്യം, തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏത്? തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? ഇൻകാ സംസ്കാരമാണ് തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം. കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര്? കൃതിയുടെ പേരെന്താണ്? കോഴിക്കോടിൻ്റെ കഥ ആരുടെ കൃതിയാണ്? MGS നാരായണൻ. കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? MGS നാരായണൻ. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഗാന്ധി സാഗർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചമ്പൽ നദിയിലാണ് ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ചമ്പൽ നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ചമ്പൽ നദി ഒഴുകുന്നത് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. അപ്പോൾ ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചമ്പൽ നദിയാണ്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം?
അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം 1ഉം 2ഉം സ്ഥാനങ്ങളിൽ വരുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ് എന്ന് കമൻറ്റ് ചെയ്യുക. 1ഉം 2ഉം സ്ഥാനങ്ങളിൽ വരുന്ന വാതകങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ്. ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ് ഗ്രാൻഡ് ബാങ്കിൽ വെച്ച് കൂടിക്കലരുന്നത്. ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? ഗ്രാൻഡ് ബാങ്ക്. ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങളാണ് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഹെമീസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏത്? ഹെമീസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന വന്യജീവി ഹിമപ്പുലിയാണ്. ഹിമപ്പുലി. ഹെമീസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹിമപ്പുലി. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം. കിഴങ്ങുവർണ്ണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ്? കൊച്ചി. താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത. താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത. 1. ഓപ്ഷൻ ബി 1. ഉൽപാദന സാധ്യത വക്രത്തിന്റെ ആകൃതി. ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി കോൺകേവ്. ഓപ്ഷൻ സി കോൺകേവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം RBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏത്? RBI. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വില മെക്കാനിസം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസം. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ്. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളമാണ് മൊണോപ്സോണി. മൊണോപ്സോണി. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ്? മൊണോപ്സോണി. അടുത്ത ചോദ്യം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 42. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത വർഷം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം 1978 ആണ്. 1978. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ GV മൗലങ്കറാണ്. GV മൗലങ്കറാണ് ലോകസഭയുടെ പ്രഥമ സ്പീക്കർ. GV മൗലങ്കർ. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്. 2019 ഡിസംബർ 11-നാണ്. 2019 ഡിസംബർ 11-നാണ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വരുമാന നികുതി. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? വരുമാന നികുതി.
ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഭരണഘടനാ ഇതര സ്ഥാപനം തന്നിരിക്കുന്നു: തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, നീതി ആയോഗ്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ഭരണഘടനാ ഇതര സ്ഥാപനം ഏതാണ്? നീതി ആയോഗാണ്. നീതി ആയോഗ്. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. നഗരപാലിക ആക്ട് 74 ഭേദഗതിയാണ്. നഗരപാലിക ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74 ഭരണഘടനാ ഭേദഗതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനാരായിരുന്നു, ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു ജസ്റ്റിസ് എം പരീത് പിള്ള. ജസ്റ്റിസ് എം പരീത് പിള്ളയായിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയത് 1969. 1969 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? 100 ദിവസങ്ങളാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ 100. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയത് 2008. 2008 കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയത്. 2008. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് 2018. 2018. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ്. ഗ്രീക്കിലെ 15ാം അക്ഷരത്തിൽ നിന്നുമാണ് ഒമിക്രോണിന് ആ പേര് ലഭിച്ചത്. ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. എന്താണ് ഡോബ്സൺ യൂണിറ്റ്? ഡോബ്സൺ യൂണിറ്റ് എന്താണ്? ഡോബ്സൺ യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നത്. ഓസോണിന്റെ കനം അളക്കുന്നതാണ് ഡോബ്സൺ യൂണിറ്റ്. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നത്. 2021 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2021 ലോക മണ്ണ് ദിന പ്രമേയം. ഓപ്ഷൻ എ, മണ്ണിന്റെ ലവണീകരണം തടയും, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5. ഡിസംബർ 5. 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം ഏത് എന്ന് ചോദിച്ചാൽ ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്നാണ്. ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഇ ആണ്. ജീവകം ഇ. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. എയും ബിയും. മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലുതേതാണ്? സെറിബ്രമാണ്. സെറിബ്രം. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ആർക്കിമിഡീസ് തത്വം. ആർക്കിമിഡീസ് തത്വം. UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? എക്സ് തരംഗം. ഓപ്ഷൻ സി ആണ് ഉത്തരം. എക്സ് തരംഗം.
താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക് ആണ്. പാർസെക്. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിൻ്റെ പവർ എത്ര? ഓപ്ഷൻ ഡി 1600 വാട്ട്. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം. ഉപ്പുവെള്ളം. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഉപ്പുവെള്ളം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കുവാനായിട്ട് ഏറ്റവും അനുകൂലമായ സാഹചര്യം മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? സ്വർണ്ണാഭരണം മിശ്രിതം, പഞ്ചസാര സംയുക്തം, ഉപ്പുവെള്ളം മിശ്രിതം. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. 70%. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏത്? ആൽഫ. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവലാണ് ആൽഫ. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ബ്രിഡ്ജ് ഔട്ട്. റെസ്ലിംഗ് ആണ്. റെസ്ലിംഗ്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആര്? മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ചിറക്കൽ തമ്പുരാനാണ്. ചിറക്കൽ തമ്പുരാൻ. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് കടലോര പ്രദേശത്തെയാണ്. നെയ്തൽ സൂചിപ്പിക്കുന്നത് കടലോര പ്രദേശത്തെ. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? റേത് സമാധി. ടോം ഓഫ് സാൻഡ് എന്നത് റേത് സമാധിയുടെ പരിഭാഷയാണ്. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. ചെയ്ത് നോക്കുക, ഉത്തരങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. 51ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 തെറ്റും 2 ശരിയുമാണ്. 2020 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം? ഓപ്ഷൻ ബി ആണ് 2048. 53ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. ഇക്വാലിറ്റി എന്ന വാക്കിലെ അക്ഷരങ്ങളിലെ അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ സ്ഥാനമാറ്റം സംഭവിക്കാത്ത സ്വരാക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ. അക്കങ്ങൾ ആവർത്തിക്കാതെ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 3 അക്ക സംഖ്യകൾ എഴുതുവാൻ കഴിയും? ഓപ്ഷൻ സി 60. 56ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 ശരിയും 2 തെറ്റുമാണ്. 57ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി സഹോദര ഭാര്യ. 58ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി 1 തെറ്റും 2 ശരിയുമാണ്. 59ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി. 60ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം തെറ്റാണ്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്? ഓപ്ഷൻ ബി.
ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. റോങ്ലി സ്പെൽറ്റ് വേർഡ്. ശരിക്കും സ്പെല്ലിംഗ് വരുന്നത് HILARIOUS എന്നാണ്. Each one of you dash special is special. Choose the best substitute from the given options. A dreamy state. Delirious. She can't dash her husband any longer. Put up with. She could not dash to the new circumstances. Adapt. Select the most appropriate meaning of the given idiom. A hard nut to crack. A difficult problem. Rima replied that she won't completed the work. She would completed the work. Which is the incorrect word in the sentence? Completed. അടുത്ത ചോദ്യം, complete the sentence. I would have bought a gift if you had called me on your birthday. Select the correct question tag. I often come home late. Don't I? Which of the following options are most similar in meaning to the word pensively? Option B, 1, 2 and 4. Speculative, ruminative, thoughtful. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ക്രമം അനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി 3 മാത്രം, അനുക്രമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ശരിയായത് ഓപ്ഷൻ ബി 2 മാത്രം. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. കൈ അക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4 കൈ പ്ലസ് അക്ഷരം. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടമേത്? ഓപ്ഷൻ എ 2 മാത്രം. ചക്രവാകം, ചക്രവാതം, ചക്രവാളം, ചക്രശ്വാസം. അടുത്ത ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 4 മാത്രം, അസ്തമയം. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ സി 2 മാത്രം. ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. ഓപ്ഷൻ എ 3 മാത്രം, സദൃശ്യം. സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി 4 മാത്രം. അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ സി 2 മാത്രം, തേനീച്ചക്കൂട്. തെറ്റായ തർജ്ജമ ഏത്? ഓപ്ഷൻ ബി 1 മാത്രം. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? തവനൂർ സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? 2017 അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? 18 മുതൽ 21 വരെ. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1, 2, 4. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതി അംഗമാണ്. ഔദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും.
കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 2, 3 മാത്രം. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവർ ആരൊക്കെ? ഓപ്ഷൻ എ 1, 2, 4. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി 3 മാത്രം. അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 11 ഡിസംബർ 1998. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ തന്നിരിക്കുന്നതിൽ 1ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകൾ തെറ്റായിട്ടുള്ളതാണ്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? ഓപ്ഷൻ ബി ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 3, 4. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാക്കുന്നത് വരെ ആണ്. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ ആണ്. വി ഹരി നായർ. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4. 1, 2, 3, 4. കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പൊതു അധികാര സ്ഥാനം എന്നതിൽ വരുന്നത്. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ശാരീരിക ചലനപര ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്? സിഗ്മണ്ട് ഫ്രോയിഡ്. അയൽക്കാരുമായി നിരന്തരമായുണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? സാമൂഹികം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് ഉത്കണ്ഠ. അവസാനത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. കേരള PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.